അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ച് തോറ്റതിന് ശേഷം അദ്ദേഹത്തിന്റെ സമനില തെറ്റിയിരിക്കുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇവിടെ BJP ജയിച്ച 3 സീറ്റുകൾ, ആ 3 സീറ്റുകളിലും BJPക്ക് UDF വോട്ട് മറിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. കണക്കൊന്നും നോക്കണ്ടേ സഹോദര? ഇനി വോട്ടിന്റെ കണക്കിൽ നോക്കാം. ഞങ്ങൾക്ക് 2016 ഈ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 50,000 വോട്ടായിരുന്നെങ്കിൽ 2021 അത് 53,000 2026 ആയപ്പോഴത്തേക്കും അത് 68,000-ലധികമായി. അതായത് ഞങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 18,000 വോട്ടിന്റെ വർധനവുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് 15,000 വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കണക്കുകളെ വെച്ച് സംസാരിക്കുമ്പോൾ വസ്തുതാപരമായി സംസാരിക്കണം. അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ വോട്ടിംഗ് ശതമാനത്തിൽ 5% കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ BJPക്ക് 4% കുറവും LDFന് 5% കുറവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ UDFന് 11% വർധനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ BJPയുടെ വോട്ട് മാത്രമല്ല LDFന്റെ വോട്ടും UDFന് അനുകൂലമായി വന്നിട്ടുണ്ട് എന്ന വസ്തുത കണക്കുകളുടെ പിൻബലത്തിൽ നമുക്ക് എല്ലാവർക്കും ബോധ്യമാകും. എന്നിരിക്കെ എന്തിനാണ് നമ്മുടെ ആന ഉടമസ്ഥ സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളുമായി രംഗത്ത് വരുന്നത്? അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ച് തോറ്റതിന് ശേഷം അദ്ദേഹത്തിന്റെ സമനില തെറ്റിയിരിക്കുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇവിടെ BJP ജയിച്ച 3 സീറ്റുകൾ, ആ 3 സീറ്റുകളിലും BJPക്ക് UDF വോട്ട് മറിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. കണക്കൊന്നും നോക്കണ്ടേ സഹോദര? ഏറ്റവും അവസാനം കഴക്കൂട്ടത്താണല്ലോ പുതുതായി BJP ജയിച്ചത്. ആ കഴക്കൂട്ടത്തെ കണക്ക് നമുക്ക് നോക്കാം. കഴക്കൂട്ടത്ത് 2021 BJPക്ക് 6% വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ അതേസമയം ആ മണ്ഡലത്തിൽ UDFന് 4% വർധനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോ BJPക്ക് 6%, UDFന് 4% കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിൽ വർദ്ധിച്ചപ്പോ അവിടെ LDFനാണ് 10% കുറവുണ്ടായിട്ടുള്ളത്. LDFന്റെ 10% വോട്ട് കഴക്കൂട്ടത്ത് നിന്ന് പോകുമ്പോൾ അവിടെ BJP ജയിച്ചു. അപ്പോ LDFന്റെ വോട്ട് കൊണ്ടാണ് BJP ജയിച്ചതെന്നിരിക്കെ പത്തനാപുരത്തിന്റെ ഡീലിന്റെ ഭാഗമാണ് കഴക്കൂട്ടം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാവുക? എങ്ങനെയാ നമ്മൾ അരിയാഹാരം കഴിക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാനാവുക? മറ്റൊരു മണ്ഡലം പുതുതായി ജയിച്ചത് BJP ജയിച്ചത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. ആ കൊല്ലം ജില്ലയിൽ BJP ജയിക്കുമ്പോൾ 2021 അപേക്ഷിച്ച് BJPക്ക് 7% വർധനവുണ്ടായിട്ടുണ്ട് വോട്ട് ഷെയറിൽ. ആ 7% വർധനവുണ്ടാകുമ്പോൾ UDFനും ഉണ്ടായിട്ടുണ്ട് 1% വോട്ടിന്റെ വർധനവ്. BJPക്കും UDFനും കൂടി 8% വർധനവുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ BJPക്ക് 7% വർധനവും UDFന് 1% വർധനവും ഉണ്ടാകുമ്പോൾ LDFന് 8% വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ കണക്കുകൾ നമ്മുടെ മുമ്പിൽ കൃത്യമായിരിക്കെ ഈ സംസ്ഥാനത്ത് ഉടനീളം UDFന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായി എന്നിരിക്കെ, UDFന്റെ വോട്ട് ഷെയർ കൂടിയെന്നിരിക്കെ, UDFും BJPയും തമ്മിൽ ഡീലുണ്ട് എന്നൊക്കെ LDFന്റെ ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞോ? മറ്റേതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞോ? അവർ പറയാൻ തയ്യാറാകുമോ? പക്ഷെ KB ഗണേഷ് കുമാർ ഇത്തരത്തിൽ പത്തനാപുരത്തിനെ മറിക്കാൻ വേണ്ടിയാണ് സംസ്ഥാനത്തുടനീളം BJPയുമായി കോൺഗ്രസ് UDF ഡീലുണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് മറ്റൊന്നും പറയാനില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, തെരഞ്ഞെടുപ്പിന് മുന്നും ഞാൻ അദ്ദേഹത്തെ ഒരു സംവാദത്തിന് ക്ഷണിച്ചിരുന്നു. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ പിൻബലത്തിൽ, ഇതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനൽ അദ്ദേഹത്തെ ക്ഷണിക്കും, നമുക്കിരുന്ന് സംസാരിക്കാം. എവിടെയാ വോട്ട് കുറഞ്ഞത്, എവിടെയാ വോട്ട് കൂടിയതെന്ന് കണക്കുകൾ വെച്ച് സംസാരിക്കാം. അദ്ദേഹം തയ്യാറാകുമോ? ഒരിക്കലും തയ്യാറാകില്ല. അപ്പോ ഇത്തരത്തിൽ ജനാധിപത്യ വിശ്വാസികളെ വീണ്ടും വീണ്ടും അപമാനിക്കുന്ന നടപടി ശ്രീ KB ഗണേഷ് കുമാർ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്.